بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد اتقوا الله عباد الله. ആദരണീയരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഖത്തർ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ സംഘടിപ്പിക്കുന്ന വൈജ്ഞാനിക വേദിയിലാണ് നാം സന്നിധരായിരിക്കുന്നത്. വിശ്വാസം ആവശ്യമുള്ളത് മനുഷ്യർക്കാണ്, ഇതര ജീവജാലങ്ങൾക്കൊന്നും ഈ അർത്ഥത്തിൽ വിശ്വാസങ്ങളോ കർമ്മങ്ങളോ നിർണയിക്കപ്പെട്ടിട്ടില്ല. അതിന്റെ താല്പര്യം അവരുടെ സൃഷ്ടാവിനെ അവർ പ്രകീർത്തിക്കുന്നില്ല എന്നല്ല. മനുഷ്യേതര ജീവജാലങ്ങളൊക്കെയും നിയതവും നിർണിതവുമായ വ്യവസ്ഥക്കനുസരിച്ച് അവരുടെ സൃഷ്ടാവായ അള്ളാഹുവിനെ പ്രകീർത്തിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനു മാത്രമാണ് നന്മയും തിന്മയും ചെയ്യാൻ സാധിക്കുക. ഫഹൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ. നല്ല വശവും ചീത്ത വശവും മനുഷ്യന്റെ മനസ്സിന് ബോധനം നൽകിയിട്ടുള്ളത് സർവശക്തനായ പടച്ച തമ്പുരാൻ ആ ഭാഗം ഖുർആനിലൂടെ സൂചിപ്പിക്കുന്നത് ഈ ആശയം നമ്മെ ബോധ്യപ്പെടുത്താനാണ്. തെറ്റു ചെയ്യാൻ കഴിയുന്ന സാധ്യതയുള്ളവനായി മനുഷ്യനെ വിലയിരുത്തുമ്പോൾ നന്മ ചെയ്യാൻ ധാരാളം അവസരമുള്ളവനായി മനുഷ്യനെ പരിഗണിക്കുമ്പോൾ തെറ്റേത് നന്മയേത് എന്ന് കൃത്യമായി അവന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. അപ്പൊ നന്മയും തിന്മയും വേർതിരിക്കാനുള്ള വിവേചന കഴിവ് അള്ളാഹു മനുഷ്യന് നൽകിയിട്ടുണ്ട് എന്നതിനാൽ നന്മ ചെയ്ത് വളരാനും തിന്മ ചെയ്ത് തളരാനും മനുഷ്യർക്ക് സാധ്യമാണ് എന്നതിനാൽ വിശ്വാസം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായി മനുഷ്യനോട് ഖുർആൻ ആവശ്യപ്പെടുന്നുണ്ട്. എന്താണ് വിശ്വാസം എന്ന് ചോദിച്ചാൽ
അറബിയിൽ ഈമാൻ എന്നാണ് അതിന് പദത്തിന് പറയാറുള്ളത്. ഈമാൻ എന്ന പദം വിശുദ്ധ ഖുർആനിൽ വിശ്വാസത്തിന് മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഒരു പദമല്ല. എന്നാൽ ഈമാൻ എന്ന് കേൾക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വികാരം വിശ്വാസം എന്ന തലത്തിലാണ് കൂടുതലായി ഒതുങ്ങി നിൽക്കാറുള്ളത്. അള്ളാഹുവിനെ കുറിച്ച് അറിയുക, അത് ഈമാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. എന്താണ് വിശ്വാസം എന്ന് ചോദിക്കുമ്പോൾ അംഗീകാരം എന്നതിന് വിശ്വാസം എന്ന് പൊതുവിൽ പറയാവതല്ല എന്നാണ് ഖുർആനിന്റെ ആശയം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു കാര്യം ഉണ്ട് ഇല്ല എന്ന് അംഗീകരിക്കുന്ന ഒരാൾ അയാൾ ആ വിഷയം വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിൽ 100% ശരി കാണുന്നില്ല. നേരെ മറിച്ച് ഖുർആൻ സൂചിപ്പിക്കുന്നത് നിങ്ങൾ അല്ലാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്ന് അറിയണം എന്ന് പറഞ്ഞിട്ടാണ്. എന്റെ സംസാരത്തിന്റെ രണ്ടാമത്തെ മേഖലയിൽ ഞാൻ ആ ഭാഗം വിശദീകരിക്കാം. നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുക എന്ന് ഖുർആനിൽ പരാമർശമുണ്ട്. പക്ഷേ ആരാധനക്കർഹൻ അല്ലാഹു മാത്രമാണ് എന്ന് നിങ്ങൾ അറിയുക എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുമ്പോൾ ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവിടെ ഒരു വിശ്വാസത്തിന്റെ മൗലികമായ വശമാണല്ലോ ഖുർആൻ സൂചിപ്പിക്കുന്നത്. രണ്ടാമതൊരായത്ത് പരിശോധിക്കേണ്ടത് വിശ്വാസത്തിൽ തെറ്റ് സംഭവിച്ചിട്ടുള്ള ശരിയായ വിശ്വാസം ലഭ്യമാകാത്ത ആളുകളെ കുറിച്ച് ഖുർആൻ സൂചിപ്പിക്കുമ്പോൾ ഖുർആൻ പറഞ്ഞു വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദരി, അല്ലാഹുവിനെ അവർ കണക്കാക്കേണ്ടതുപോലെ, മനസ്സിലാക്കേണ്ടതുപോലെ, അറിയേണ്ടതുപോലെ, വിലയിരുത്തേണ്ടതുപോലെ വിലയിരുത്തിയിട്ടില്ല. ഹഖ് എന്ന അറബി പദത്തിന് അർത്ഥം ഉചിതമായത്, യാഥാർത്ഥ്യമുള്ളത് എന്നൊക്കെയാണ്. അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ അവർ മനസ്സിലാക്കിയിട്ടില്ല. എന്തിനായിരിക്കും വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങൾ ദീർഘമായി പ്രതിപാദിച്ചത്? അതിന്റെ അർത്ഥമോ അതിന്റെ ആശയമോ എല്ലാ തലത്തിലും ഒരു മനുഷ്യൻ എന്ന നിലക്ക് പരിമിതനായതിനാൽ നമുക്ക് പൂർണ്ണമായി ഗ്രഹിക്കാൻ സാധ്യമായില്ല എന്ന് വന്നേക്കാം. കാരണം മനുഷ്യന് ഭൗതികമായ ലോകത്തിൽ അവന്റെ പരിമിതിയിൽ ഇരുന്നു കൊണ്ട് ആലോചിക്കാനും ചിന്തിക്കുവാനുമേ സാധിക്കൂ. എന്നാൽ കാര്യകാരണ ബന്ധത്തിനധീതമായി പ്രാപഞ്ചിക വ്യവസ്ഥകൾക്കപ്പുറത്തായി ഉള്ള സർവശക്തനായ പടച്ചതമ്പുരാനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഖുർആൻ സൂചിപ്പിക്കുമ്പോൾ അത് ഇന്നതാണ് എന്ന് കൃത്യമായി നമുക്ക് പറയാനോ മനസ്സിലാക്കാനോ സാധ്യമാവാതെ വന്നേക്കാം. അത് അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പഠനങ്ങളിൽ സലഫ് സ്വാലിഹീങ്ങൾ സ്വീകരിച്ചു വരുന്ന ഒരു മാർഗവുമാണ്. പറയുന്നത് വിശുദ്ധ ഖുർആൻ എന്തിനാണ് അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങൾ ദീർഘമായി പ്രതിപാദിച്ചത്? ഇത് നമ്മുടെ സാധാരണയുള്ള ഒരു ജീവിതത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കുക. ഒരു പുതിയ ഒരാൾ അഥവാ ആദ്യം പരിചയപ്പെടേണ്ട ഒരാൾ, അയാളെ നമ്മൾ പരിചയപ്പെടുമ്പോ നിങ്ങളുടെ പേരെന്താണ് എന്ന് ചോദിക്കും. പേര് മനസ്സിലായി. അയാളുടെ പേര് മനസ്സിലാകുന്നതോടുകൂടി അയാൾ ആരാണ് എന്ന അവസ്ഥ ഇയാളുടെ മനസ്സിലേക്ക് വരുന്നില്ല. ഒന്നുകൂടി അയാളെ മനസ്സിലാക്കാൻ നിങ്ങളുടെ ജോലി എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അയാളുടെ നിലവാരത്തെ സംബന്ധിച്ച്, കഴിവിനെ സംബന്ധിച്ച്, നിലപാടുകളെ സംബന്ധിച്ചുള്ള ധാരണയെങ്കിലും മനസ്സിൽ രൂപീകരിക്കാൻ കഴിയുന്നുണ്ട്. പൂർണ്ണമാണ് അയാളെ മനസ്സിലാക്കാൻ അത് മുഖേന കഴിയുമെന്ന അർത്ഥത്തിലല്ല, ഒരു ധാരണയെങ്കിലും രൂപീകരിക്കാൻ കഴിയുന്നുണ്ടല്ലോ. ഞാനൊരു എഞ്ചിനീയർ ആണ് എന്ന് പറയുമ്പോൾ അയാൾ ആരായിരിക്കും, അല്ലെങ്കിൽ അയാളിൽ നിന്ന് ഉണ്ടാകുന്നത് എന്ത് എന്ന് ഏറെക്കുറെ ഒരു ധാരണ മനസ്സിൽ രൂപീകരിച്ചു കഴിഞ്ഞു. ഇനി അയാളുടെ വയസ്സിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഒന്നുകൂടി അയാളുടെ ജീവിതത്തിന്റെ പരിചയത്തെ സംബന്ധിച്ച് നമുക്ക് ബോധ്യമാവുകയാണ്.